ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിൽ നേട്ടവുമായി ഒമാൻ. കഴിഞ്ഞ വർഷം $868 കോടി നിക്ഷേപവുമായി മേഖലയിൽ ആദ്യ സ്ഥാനങ്ങളിൽ ഒമാൻ ഇടം പിടിച്ചു. UN കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റിന്റെ വേൾഡ് ഇൻവെസ്റ്റ്മെന്റ് റിപ്പോർട്ടിലാണ് ഈ വെളിപ്പെടുത്തൽ. $4,560 കോടി നിക്ഷേപവുമായി UAE ആണ് മേഖലയിൽ ഒന്നാമത്. മസ്കറ്റ് ഗവർണറേറ്റിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനും ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ഫലപ്രദമായ തന്ത്രങ്ങൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മസ്കറ്റ് ഏരിയ ട്രാഫിക് പഠനത്തിന്റെ 3ാം പതിപ്പ് മസ്കറ്റ് മുനിസിപ്പാലിറ്റി ആരംഭിച്ചു. റോഡ് ശൃംഖലയുടെ പ്രകടനം നിരീക്ഷിക്കുന്നതിനും നിലവിലുള്ള ഗതാഗത വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനുമായാണ് സമഗ്ര പഠനങ്ങൾ നടത്തുന്നത്. അന്താരാഷ്ട്ര കൺസൾട്ടിംഗ് സ്ഥാപനമായ ദാറൽ ഹന്തസയാണ് പഠനം നടത്തുക. 433 ദിവസം നീണ്ടു നിൽക്കുന്നതായിരിക്കും ഈ പഠനം. മസ്കറ്റിലെ ഗതാഗത സംവിധാനത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ വിശകലനം ഈ വിപുലമായ പഠനത്തിൽ ഉൾപ്പെടും. നിലവിലെ ഗതാഗത സാഹചര്യങ്ങൾ നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും നഗരവികാസവും സാമ്പത്തിക പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഗതാഗതം സൃഷ്ടിക്കുന്ന മേഖലകൾ വിലയിരുത്തുക, തിരക്കേറിയ പോയിന്റുകൾ തിരിച്ചറിയുകയും ഫലപ്രദമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക, തിരക്ക് കുറയ്ക്കുന്നതിന് ഹ്രസ്വ ഇടത്തരം ദീർഘകാല വികസന പദ്ധതികളിലേക്ക് ഗതാഗത പരിഹാരങ്ങൾ സംയോജിപ്പിക്കുക എന്നിവയാണ് പഠനത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നത്. നഗരത്തിലെ വർദ്ധിച്ചുവരുന്ന ജനസംഖ്യയ്ക്കനുസൃതമായി ഗതാഗത മാനേജ്മെന്റ് മെച്ചപ്പെടുത്തുന്നതിനും എളുപ്പവും കാര്യക്ഷമവുമായ ഗതാഗത സംവിധാനം ഉറപ്പാക്കുന്നതിനുമുള്ള മസ്കറ്റ് മുനിസിപ്പാലിറ്റിയുടെ ശ്രമങ്ങളുടെ ഭാഗമായാണ് പഠന സർവേ നീക്കം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വേനൽ മഴ തുടരുന്നു. സൊഹർ, സഹം, റുസ്താഖ്, ഇബ്രി, ഹംറ, വാദി ജിസി, ഇബ്ര, യങ്കൽ, ഖാബൂറ, സമായിൽ, അവാബി, മുദൈബി വിലായത്തുകളിലെ പർവ്വതനിരകളിലും ഗ്രാമങ്ങളിലുമാണ് മഴ പെയ്തത്. ചില സ്ഥലങ്ങളിൽ ശക്തമായ മഴയുണ്ടായിരുന്നു. ഇടിയോടുകൂടിയ മഴയ്ക്കും ആലിപ്പഴ വർഷത്തിനും കാറ്റിനും വാദികൾ നിറഞ്ഞൊഴുകാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. വരും ദിവസങ്ങളിലും ഭാഗികമായി മഴ തുടർന്നേക്കും. ദോഫാറിലും അടുത്ത ദിവസങ്ങളിൽ നേരിയ മഴ ലഭിച്ചേക്കും. അതേസമയം മഴ ലഭിക്കുന്നുണ്ടെങ്കിലും ചൂടിന് രാജ്യത്ത് കുറവില്ല. ഒമാൻ സമുദ്രത്തിന്റെ തീരമേഖലകളിൽ കനത്ത ചൂടാണ് രേഖപ്പെടുത്തിയത്. മഖ്ഷിനിൽ 47 ഡിഗ്രിയാണ് താപനില. ബിദ്ബിദ്, ഇസ്കി, നിസ്വ, ബഹല, ആദം, സമായിൽ, മർമുൽ, മസ്യൂന, തുംറൈത്ത് എന്നിവിടങ്ങളിൽ 42 ഡിഗ്രിക്ക് മുകളിലാണ് താപനില. ഇന്നും മഖ്ഷിനിലാണ് ഏറ്റവും കൂടുതൽ ചൂടുണ്ടാവുക. ഇവിടെ താപനില 47 ഡിഗ്രിയാകാൻ സാധ്യതയുണ്ട്. സലാല തീരത്തിന് തെക്കു കിഴക്കായി വാണിജ്യ കപ്പൽ മുങ്ങി. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. ജീവനക്കാരായ 20 പേരെയും രക്ഷപ്പെടുത്തിയതായി ഒമാൻ മാരിടൈം സെക്യൂരിറ്റി സെന്റർ അറിയിച്ചു. സലാല തീരത്തിന് ഏകദേശം 20 നോട്ടിക്കൽ മൈൽ തെക്ക് കിഴക്കായി കൊമോറോസ് പതാകയുള്ള ഫിനിക്സ് 15 എന്ന വാണിജ്യ കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. ഈ സമയം സമീപത്തുണ്ടായിരുന്ന ഗൾഫ് ബർക്ക വാണിജ്യ കപ്പലാണ് അപകടത്തിൽപ്പെട്ട കപ്പലിലെ ജീവനക്കാരെ രക്ഷിച്ചത്. അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. പശ്ചിമേഷ്യൻ മേഖലയുടെ സമാധാനത്തിനായി മധ്യസ്ഥ ശ്രമം തുടരുന്നതിനിടെ ആക്രമണം വ്യാപിപ്പിച്ച് ഇറാനും ഇസ്രായേലും. ജനീവയിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിതല അനുനയ ശ്രമം പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് കൂടുതൽ കേന്ദ്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ആക്രമണം നടത്തിയത്. സമാധാന ശ്രമം അവസാനിച്ചിട്ടില്ലെന്ന് യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രതിനിധികൾ അറിയിച്ചു. ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കാതെ ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി UK, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരെ അറിയിക്കുകയായിരുന്നു. സംഘർഷം 2ാം ആഴ്ചയിലേക്ക് കടന്നതോടെ ഇസ്രായേലിലെ ശാസ്ത്ര കേന്ദ്രം ലക്ഷ്യമിട്ട് ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. സുപ്രധാന ശാസ്ത്ര കേന്ദ്രമായ റഹവോത്തിലുള്ള വെയ്സ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ഇന്നലെ പുലർച്ചെയായിരുന്നു ആക്രമണം. ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്ന ഇവിടത്തെ 45 ലാബുകൾക്ക് സാരമായ നാശനഷ്ടമുണ്ടായെന്നും വർഷങ്ങളുടെ ഗവേഷണ ഫലങ്ങൾ നശിപ്പിക്കപ്പെട്ടെന്നും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ടെല്ലവീവ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതായി ഇറാൻ ഔദ്യോഗിക മാധ്യമം അറിയിച്ചു. ടെൽ അവീവിന് സമീപമുള്ള ഹൊലോനിൽ മിസൈൽ പതിച്ച് സാരമായ നാശനഷ്ടമുണ്ടായി. സംഘർഷത്തിൽ അമേരിക്കയുടെ ഇടപെടൽ എല്ലാവർക്കും വളരെ അപകടം പിടിച്ചതായിരിക്കുമെന്നും അബ്ബാസ് അറാഗ്ചി വീണ്ടും മുന്നറിയിപ്പ് നൽകി.
തെക്കു പടിഞ്ഞാറൻ ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ഇന്നലെ ആക്രമണം നടത്തിയത്. ഇറാന്റെ 2 മുതിർന്ന കമാൻഡർമാരെ വധിച്ചതായും ഇസ്രായേൽ അവകാശപ്പെട്ടു. ക്വാമിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കെയറിന്റെ ഫലസ്തീൻ വിഭാഗം മേധാവി സൗദ് ഇസാദിയും പടിഞ്ഞാറൻ ഇറാനിൽ യാത്ര ചെയ്യുകയായിരുന്ന IRGC ഖുദ്സ് ഫോഴ്സ് കമാൻഡർ ബെഹനാം ഷഹരെയും കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു. ഖുദ്സ് ഫോഴ്സിലെ ഫലസ്തീൻ കോറിന്റെ കമാൻഡറും ഇറാനിയൻ ഭരണകൂടത്തെയും ഹമാസിനെയും തമ്മിൽ ഏകോപിപ്പിക്കുന്ന പ്രധാന കണ്ണിയും ഇസ്രായേലിൽ ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ ആസൂത്രകരിലൊരാളുമായിരുന്നു ഉസാദിയെന്നും IDF പറഞ്ഞു. അതേസമയം ഇസ്ഫഹാനിലെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രത്തിന് നേരെ 2ാം തവണയും ആക്രമണമുണ്ടായി. ഇസ്രായേൽ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 400-ലധികം പേർ മരിച്ചതായി ഇറാൻ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഇസ്രായേലിൽ 25 പേരാണ് ആക്രമണങ്ങളിൽ മരണപ്പെട്ടത്. ദോഫർ ഗവർണറേറ്റിലെ മലനിരകളിൽ 10 ലക്ഷം കാട്ടുമരത്തൈകൾ നട്ടുപിടിപ്പിക്കാനുള്ള ക്യാമ്പയിനിന്റെ തുടർഘട്ടങ്ങൾ പുരോഗമിക്കുന്നു. പരിസ്ഥിതി വിഭാഗത്തിന് കീഴിൽ ഗവർണറേറ്റിലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എൻവയോൺമെന്റിന്റെ നേതൃത്വത്തിലാണ് വിപുലമായ ക്യാമ്പയിൻ നടക്കുന്നത്. 10 ദശലക്ഷം മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്ന ദേശീയ സംരംഭത്തിന്റെ ലക്ഷ്യങ്ങളുടെ ഒരു ഭാഗം കൈവരിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ക്യാമ്പയിൻ. കഴിഞ്ഞ വർഷം 4 ലക്ഷം വിത്തുകളാണ് നട്ടത്. ഇത്തവണ കൂടുതൽ വിത്തുകൾ നടുന്നതിന് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കിഴക്ക് മിർബാത്ത് വിലായത്ത് മുതൽ പടിഞ്ഞാറ് ദൽഖുദ് വിലായത്ത് വരെയുള്ള പ്രദേശങ്ങളിൽ അതോറിറ്റിയുടെയും മന്ത്രാലയം ഉൾപ്പെടെയുള്ള മറ്റ് ചില സർക്കാർ ഏജൻസികളുടെയും സഹായത്തോടെ വർഷം തോറും ക്യാമ്പയിൻ നടത്താറുണ്ടെന്ന് ദോഫർ ഗവർണറേറ്റിലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എൻവയോൺമെന്റിലെ ജൈവ വൈവിധ്യ വകുപ്പ് ഡെപ്യൂട്ടി മേധാവി അറിയിച്ചു. ഇറാനിൽ നിന്നും സ്വദേശി പൗരന്മാരെയും വിവിധ രാജ്യക്കാരെയും ഒഴിപ്പിക്കൽ ഒമാൻ തുടരുന്നു. ഇറാൻ നഗരമായ മഷാദിൽ നിന്നും 181 ഒമാനി പൗരന്മാരെയും നിരവധി വിദേശ പൗരന്മാരെയുമായി 294 പേരെ സുരക്ഷിതമായി തിരിച്ചെത്തിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഒഴിപ്പിക്കുന്നതിന്റെ 4ാം ഘട്ടത്തിൽ തുർക്കി വഴിയാണ് ഈ സംഘത്തെ മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചത്. മസ്കറ്റ് വിമാനത്താവളത്തിൽ എത്തിയ സംഘത്തിന് ഊഷ്മള വരവേൽപ്പാണ് ബന്ധുക്കളും മറ്റ് അധികൃതരും നൽകിയത്. പ്രശ്നബാധിത പ്രദേശങ്ങളിൽ നിന്നും ഒമാനികളെയും മറ്റുള്ളവരെയും സുരക്ഷിതമായി തിരിച്ചെത്തിക്കുക ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒമാന്റെ തന്ത്രപരമായ ഒഴിപ്പിക്കൽ പദ്ധതിയിലെ മറ്റൊരു ഏകോപിത നാഴികക്കല്ലാണ് തുർക്കി വഴി ആളുകളെ എത്തിച്ചത്. മുമ്പ് നടത്തിയ 3 ഘട്ടത്തിന്റെയും തുടർച്ചയാണ് ഇതെന്നും യാത്രാ നടപടികൾ എളുപ്പമാക്കാൻ തുർക്കിയ അധികൃതർ നടത്തിയ ഏകോപനത്തെ പ്രശംസിക്കുന്നതായും ഒമാൻ വ്യക്തമാക്കി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.